ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നടന്നത്. അസി റോക്കി സിജോ ജോണിന്റെ താടിക്കിടിക്കുകയാണ് ചെയ്തത്. ഇടിയിൽ ഗുരുതരമായ പരിക്കാണ് സിജോയ്ക്കുണ്ടായത്. താടിയെല്ല് കേടുപാടുകൾ സംഭവിച്ച് സിജോ സർജറിക്ക് വരെ വിധേയനായി. ഇപ്പോഴും അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് സിജോ ജീവിക്കുന്നത്. സംഭവം നടന്ന ഉടൻ ഹൗസിൽ വെച്ച് സിജോ റോക്കിയോട് ക്ഷമിച്ചിരുന്നു. എന്നാൽ അത്രത്തോളം മോശമായൊരു പ്രവൃത്തി ചെയ്തിട്ടും അത് മാസായി സോഷ്യൽ മീഡിയ വഴി റോക്കി ആഘോഷിക്കാൻ തുടങ്ങിയതോടെ സിജോയും റോക്കിയോട് ഇനി ഒരിക്കലും ക്ഷമിക്കില്ല എന്ന നിലപാടിൽ എത്തിയിരിക്കുകയാണ്. തുടർന്നും റോക്കി തന്നെ ഇടിച്ച സംഭവം ആഘോഷിച്ചാൽ കേസ് കൊടുക്കാനാണ് സിജോയുടെ തീരുമാനം. അതേസമയം സിജോ വീട്ടിലേക്ക് വന്നാൽ എല്ലാം മറന്ന് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് അസി റോക്കി പറയുന്നത്. എന്നാൽ റോക്കിയോട് ഒരു തരത്തിലുള്ള സൗഹൃദത്തിനും സിജോയ്ക്ക് താല്പര്യമില്ല. ഇപ്പോഴത്തെ റോക്കി വിഷയത്തിൽ താൻ സ്വീകരിക്കാൻ പോകുന്ന ചില നടപടികളെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സിജോ പറയുകയാണ്. ബിഗ് ബോസ് ഷോ കണ്ടിട്ടില്ല, ചില ഫുട്ടേജുകളും മറ്റുമാണ് കണ്ടത്. ഹൗസിലായിരുന്നപ്പോൾ തനിക്ക് റോക്കിയോട് ദേഷ്യമുണ്ടായിരുന്നില്ല. അതിന് കാരണം സൗഹൃദത്തിനെ താൻ മാനിച്ചതുകൊണ്ടാണ്. മാത്രമല്ല തന്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് കൃത്യമായ ബോധ്യവും തനിക്കുണ്ടായിരുന്നില്ല. പിന്നെ അത്തരം ഒരു പെരുമാറ്റം നടത്തിയിട്ട് റോക്കി ചെയ്യേണ്ട ചില മര്യാദകൾ ചെയ്തിട്ടില്ല. ഒന്ന് തന്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാമായിരുന്നു. അന്ന് ഹൗസിൽ സംഭവിച്ച ആക്ടിന്റെ പേരിൽ റോക്കിക്ക് ഒരു ഇഷ്യൂവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കോടതിയിൽ പോവുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഹൗസിലായിരുന്നപ്പോൾ താൻ പറഞ്ഞു റോക്കി ഇടിച്ചതിൽ തനിക്ക് കേസില്ല എന്നാണ്. തന്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് അന്ന് തനിക്ക് വ്യക്തമായി അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കേസില്ലെന്ന് പറഞ്ഞത്. ചിലർ പറയുന്നത് കേട്ടു താൻ നന്മമരം കളിക്കുകയാണെന്ന്. വെറും 100 ദിവസത്തെ ഗെയിമിന്റെ പേരിൽ തന്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് നന്മമരം കളിക്കേണ്ട ആവശ്യം തനിക്കില്ല. ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് തന്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചും റോക്കി ചെയ്ത കാര്യങ്ങളുമെല്ലാം താൻ അറിയുന്നത്. താൻ കണ്ടത് അന്നത്തെ സംഭവം പുള്ളി സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുന്നതാണ്. റോക്കി അതിനെ ഒരു മാസായി കണ്ടു. റോക്കി എന്ന പേര് അദ്ദേഹം സ്വയം ഇട്ടതാണെന്ന് തോന്നുന്നു. ഇതുവരെ പ്രതികരിക്കാതിരുന്നത് പ്രശ്നങ്ങൾ വേണ്ടെന്ന് കരുതിയാണ്. പക്ഷെ റോക്കി അതെല്ലാം ആഘോഷിക്കുകയാണ്. അപ്പോൾ താൻ ഒരു മണ്ടനാകും. തുടർന്നും റോക്കി ഇതൊരു ആഘോഷമായി കൊണ്ടുപോവുകയാണെങ്കിൽ കേസ് കൊടുക്കും. റോക്കിയുടെ വീട്ടിലേക്കും താൻ പോകില്ല. താൻ ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം അൻസിബിയെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റോക്കി വിഷയത്തിൽ കൺവിൻസ്ഡ് ആയോ എന്നത് തനിക്കൊരു വിഷയമല്ല. ഹൗസിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ. പക്ഷെ അദ്ദേഹം ഫിസിക്കലി കയ്യേറ്റം ചെയ്യില്ല എന്ന ഉറപ്പിലാണ് എല്ലാവരും പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നത്. റോക്കി നല്ലൊരു ഗെയിമർ ആയിരുന്നു. പക്ഷെ തനിക്ക് ഇഷ്ടമല്ലാത്തത് പുറത്തിറങ്ങിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചേഷ്ടകളാണ്. റോക്കി പല ഡയലോഗുകളും പഠിച്ചു പറയുന്നത് പോലെ തോന്നിയെന്നാണ് അസി റോക്കിയെ കുറിച്ച് സംസാരിക്കവേ സിജോ പറഞ്ഞത്.